റൊണാൾഡോ ഫാൻസിനെ എല്ലാവരും കളിയാക്കും. അതായത് റൊണാൾഡോ ഫാൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്റർ മിയാമിന്റെ എന്താണ് ഒപ്പം നിൽക്കണ്, അല്ല അൽ നാസറിന്റെ ഒപ്പം നിൽക്കണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അതിന് മുമ്പ് നമ്മൾ യുണൈറ്റഡിന്റെ ഒപ്പം നിന്ന്, അതേപോലെ തന്നെ ജുവന്റസിന്റെ ഒപ്പം നിന്ന്, റയൽ മാഡ്രിഡിന്റെ ഒപ്പം നിന്ന്, ഇതുപോലെ കുറേ ടീമുകളുടെ ഒപ്പം നമ്മൾ നിന്ന്. അതായത് നമ്മളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്, ചാടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്ലാസ്റ്റിക് ഫാൻസ് ആണ്. റൊണാൾഡോ ഫാൻസിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ഫാൻസ് എന്നിട്ട് റൊണാൾഡോ ഫാൻസിന് കുറേ ആൾക്കാർ കളിയാക്കും. പക്ഷെ നേരെ മറിച്ച് മെസ്സി ഫാൻസിന്റെ അവസ്ഥ എന്താണ്? അത് നമ്മൾ ആലോചിക്കണ്ടേ? മെസ്സി ഫാൻസ് ഇപ്പോൾ ആരൊക്കെ ഒപ്പം നിൽക്കണത്? അവർക്ക് ആരൊക്കെ ഒപ്പം നിൽക്കേണ്ടി വരുന്നത്? അവരാദ്യം ബാഴ്സലോണിന്റെ ഒപ്പം നിന്ന്, അത് കഴിഞ്ഞിട്ട് അവരിപ്പോൾ എന്താണ് ഇന്റർ മിയാമിയുടെ ഒപ്പം നിന്ന്, അതിൻ്റെ ഇടയ്ക്ക് PSG ഒപ്പം നിന്ന്, അത് കഴിഞ്ഞ് സിറ്റിയുടെ ഒപ്പം നിന്ന്, ഇപ്പോൾ ജിറോണയുടെ ഒപ്പം നിൽക്കണം. ജിറോണയുടെ ഒപ്പം ഒരിക്കലും ഒരു നിൽക്കില്ലെന്ന് വിചാരിച്ചു, ഇപ്പോൾ ജിറോണയുടെ ഒപ്പം നിൽക്കണം. അതേപോലെ തന്നെ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ഒപ്പം നിൽക്കണം. അതേപോലെ തന്നെ അൽ ഹിലാലി, റൊണാൾഡോനോ റൈവലായിട്ട് കിടക്കുന്ന അൽ ഹിലാലിന്റെ ഒപ്പം വരെ മെസ്സി ഫാൻസ് നിൽക്കണം. അതായത് എല്ലാ ടീമിന്റെ എഗെയിൻസ്റ്റ് ഇവർ നിന്നുകൊണ്ടിരിക്കുക. ഇവർക്ക് പറഞ്ഞാൽ ഇവർ എന്നിട്ട് നമ്മളെന്ത് പറയും? അതായത് റൊണാൾഡോ ഫാൻസിന് എന്ത് പറയും? ഇവര് ഭയങ്കര പ്ലാസ്റ്റിക് ഫാൻസ് ആണ്, ഇവരിങ്ങനെ ചാടിക്കൊണ്ടിരിക്കാന്ന് പറയും. അതാണ് ഇവരൊരു ഹിപ്പോക്രസി എന്ന് പറഞ്ഞാൽ. നേരെ മറിച്ച് ഇവരെന്താണ്? ഇവരും ഇതേപോലെ ചാടിക്കുന്ന ആൾക്കാരാണ്. അത് വളരെ കറക്റ്റ് കാര്യമാണ്. ഇപ്പോ എന്താണ് ടീമുകള് എന്താണ് മാറി മാറി പോണേന് ഇവർ ഈ കാര്യം പറഞ്ഞപ്പോ ഞാൻ വേറൊരു കാര്യം പറയാൻ ആഗ്രഹിച്ചു. എന്ന് വെച്ചാല് ആകെ എല്ലാ ടീമുകൾക്കും പെട്ടെന്ന് അഡാപ്റ്റ് ആയിട്ട് അവിടെയൊക്കെ പല രീതിയിലുള്ള വലിയ വലിയ സ്കോറിംഗ് റെക്കോർഡുകളും അസിസ്റ്റ് റെക്കോർഡുകളൊക്കെ തീർത്തിട്ടാണ് ആ ക്ലബിൽ നിന്നൊക്കെ പോയത്. ഞാൻ അപ്പുറത്ത് മെസ്സി എന്ന് പറഞ്ഞത് ഒരു സിംഗിൾ ക്ലബ്ബ്, ഒരു ക്ലബ്ബ് വണ്ടർന്ന് പറയാൻ പറ്റും. കാരണം മെസ്സിയുടെ എല്ലാ അച്ചീവ്മെന്റ്സും മെസ്സിയുടെ ആ ഒരു കംഫർട്ട് സോണിൽ നിന്നുകൊണ്ടായിരുന്നു. ബാഴ്സലോണയിലായിരുന്നു. പിന്നെ ഈ ഒരു കാര്യം പറഞ്ഞു വരുന്നു എന്താണ് സപ്പോർട്ട് ചെയ്ത് ഇപ്പൊ ഈ അലീലാന്റെ കാര്യം പറഞ്ഞപ്പോൾ വേറെ കാര്യം ഓർമ്മ വന്നു. അതായത് അല്ലാത്ത മിയാമിനെ 6 ഗോളില് മോചിച്ചതാണ്. അത് കഴിഞ്ഞിട്ടും പിന്നെ എന്താണ് നമ്മളോട് കളിച്ച് ജയിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അൽനാസറിനോട് കളിച്ച് ജയിക്കാൻ പറ്റിയില്ല, എന്നിട്ട് പിന്നെ അലീലാനെ വാങ്ങിയിട്ട് വല്ല കാര്യമുണ്ട്? അലീലാലെ അൽനാസറിനെ തോൽപ്പിക്കാതിരിക്കുക ചെയ്യുന്നതല്ല, നിങ്ങൾ തോൽപ്പിച്ചോ? അതില്ലല്ലോ. അപ്പൊ പിന്നെ വായ വെച്ച് മിണ്ടാതിരിക്കാണ് വേണ്ടത്.